ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പുസ്തകത്തിൽ അങ്ങനെ നാ ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തുക. അപ്പൊ ഒരു കാലത്ത് ഞാനും നിങ്ങളും ദൈവത്തെ അറിയാതെ ജീവിച്ചവരാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകളായി. അങ്ങനല്ലയോ സഹോദരി വായിച്ചേ? അതാ സ്വഭാവത്താൽ. ഒത്തിരി സ്ഥലത്ത് നമ്മളെ അടിമ വെച്ചതാ. അടിമ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ. അപ്പോൾ സ്വഭാവം കൊണ്ട് ചിലർ ദൈവമല്ല. ഈയിടെ ദൈവം വാക്സിൻ എടുത്തെന്നാ കേൾക്കുന്നേ. അപ്പം ദൈവം വാക്സിൻ എടുത്തു. 2 ഡോസ് എടുത്തോന്ന് അറിയത്തില്ല. ദൈവം വാക്സിൻ എടുത്തെന്ന്. അപ്പം ദൈവത്തിന് മനസ്സിലായി കോവിഡ് എങ്ങാനും വന്ന വാക്സിൻ എടുക്കുന്ന എന്തിനാ വെച്ചാൽ കോവിഡ് വരാതിരിക്കാനല്ല, പ്രതിരോധ ശക്തി കൂട്ടാനാ. അപ്പം ദൈവത്തിന് യാതൊരു പ്രതിരോധ ശക്തി ദൈവമല്ലെന്ന് തെളിഞ്ഞല്ലോ. മിണ്ടുകയല്ല, ദൈവമല്ലെന്ന് തെളിഞ്ഞില്ലേ? പണ്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി EK നയനാർ അവറുകൾ പറഞ്ഞ ഒരു പദം ഞാൻ കടമെടുക്കുക. ദൈവത്തിന് എന്തിനാടാ പാറാവുകാരൻ? പത്രത്തിൽ നമ്മൾ വായിച്ചല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവം വാക്സിൻ എടുത്തു. ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു പരിഭാഷക്കാരനുണ്ട്. കാരണം ദൈവത്തിന് ഇംഗ്ലീഷ് വലിയ വശമില്ല. ഇതൊക്കെ ദൈവമല്ലെന്ന് തെളിയിക്കുക. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവജ്ഞനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്, സർവത്തെയും സൃഷ്ടിച്ച ദൈവമാണ്, സർവത്തെയും ഭരിക്കുന്ന ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അടുത്ത കാലത്ത് കിളിച്ചു മുളച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. എനിക്ക് ആ ഭാഗം എല്ലായിടത്തും എപ്പോഴും അങ്ങ് ചൊല്ലുന്നത് ഇഷ്ടമാണ്. ഞാൻ ഇവിടെയും ചൊല്ലാൻ പോവാണ്. സാറ് കൊടുത്ത പ്രയോഗമാണ്. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ദൈവത്തെ പറ്റിയാ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ. ആഗമകാരന്മാരിലാതമൻ മോദതും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോര പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചിതല്ലോ. അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീശനാൽ പ്രകക്ഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്ങനും വർത്തിക്കിലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. മുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലാകിൽ അതീശനെ മാനുഷരർ എന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. അതങ്ങ് മൊത്തം ചൊല്ലിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾ ചിലർ പറയും പുള്ളി ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതിൻ്റെ ബന്ധനങ്ങളായി കാണുന്ന മുഴുവൻ. അതാണ് ഈ മൃദംഗം കൊണ്ടുവന്നതും ഈ ഹാർമോണിയം കൊണ്ടുവന്നതും ഈ ചൊല്ലും ചൊല്ലുത്തുമല്ല അതിൻ്റെ ബന്ധനങ്ങളാണ്. അത് കുറച്ചുകൂടെ അഴിയാനുണ്ട്. നീ അവിടെ ചിലറക്കരുത്. അവിടെ നിന്ന് ഗോത്രം പറഞ്ഞ ആത്മാവി നിറഞ്ഞോണം. ഇത് ബന്ധനവും പോരാട്ടമല്ല. നമുക്ക് ചിലർക്ക് വിവരമില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. വിവരമുള്ളവർക്ക് മനസ്സിലാകും. ഞാൻ ചൊല്ലി വെച്ചത് വിവരമുള്ള ആളാണ് ഇത് എഴുതിയത്. മഹാകവി KV സൈമൺ.
10-18 ഭാഷ നന്നായിട്ട് അറിയാം. എന്നല്ല വിവരക്കേട് പിടിച്ച ആളല്ല. ദൈവത്തെ പറ്റിയാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ കേരളത്തിൽ അദ്ദേഹം ജനിച്ചത് കൊണ്ട് അതിൻ്റെ ആ രീതികളിൽ കുറച്ച് പേർ കൂടെ മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അക്കാലത്തുണ്ട്. ഇപ്പോഴല്ലയോ മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്തവർ അല്ലേ? ഹല്ലേലൂയ, അങ്ങനെ നമ്മൾ ഹല്ലേലൂയ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാൻ മേൽ. സ്തോത്രം പറയല, സ്തോത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അത് ആരുടെയും കുഴപ്പമില്ല. ശീലിച്ചു പോയി. പണ്ട് ഒരു തമിഴ് സഹോദരൻ പറഞ്ഞ് ശീലിച്ചു പോയി സാറേ, സെറിപ്പെടുകയില്ല. അതാ. അപ്പൊ അറിവുള്ളവർക്കറിയാം, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഈ കാണുന്ന സകല ലോകങ്ങളെ ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് ഈ 14 ലോകമുണ്ടെന്നാണ്. എത്രയിൽ വായിക്കോട്ടെ, ഞാൻ പറഞ്ഞൊരു ഉടക്കൊന്നും വേണ്ട, 14, 20, 28 ആയിക്കോട്ടെ, എത്രയുണ്ടേലും കൊള്ളാം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. യേശു. വെളിപ്പാട് 4:11 വായിച്ചേ പെട്ടെന്ന്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഇപ്പൊ തെളിവിനൊന്ന് മതിയല്ലോ. 4:11. കർത്താവിനെ സങ്കടത്തോടെ പറയുന്നത് നന്നായിട്ട് അങ്ങോട്ട് വായിച്ചേ. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ അവിടുന്ന് മാത്രം യോഗ്യൻ. യേശു ക്രിസ്തു മാത്രമാണ് യോഗ്യൻ. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യൻ, അവിടുന്ന് മഹത്വത്തിന് യോഗ്യൻ, അവിടുന്ന് പുകഴ്ചയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് യോഗ്യൻ, വേറെ ആരും യോഗ്യരല്ല. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാ. ഈ കാണുന്ന മുഴുവനുമേ 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാന് സൂക്ഷ്മമായ 60 കോടി അന്നെണ്ണിയപ്പം. പിന്നെ കണ്ടുപിടിക്കുക, ഭൂഗോളം ഇതിന് വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിഗണാഹം. ചന്ദ്രൻ എത്ര ലക്ഷം മൈൽ അകലത്തിലെന്നാ. 9 കോടിയോടും 30 ലക്ഷം മൈൽ അകരുമാർ അമ്പരത്തിലാണ് അസ്കരൻ. ജ്വാലമാലയാളങ്ങളും സമൃദ്ധമായുള്ളൊരു ഗോളമാം. ഇതിൽ നിന്ന് വായുന്ന തിക്കമമായ ശിഖാസ്ത്രങ്ങൾ മാലുണ്ടാം. ഇതിന് ചൂട് കേവലം ചിന്തിച്ചാൽ അസുഖം ഉണ്ടാകും. ഈ വാനഗോളങ്ങളെ വാരി അങ്ങ് വെതറിയിട്ടിരിക്കുക. നക്ഷത്രത്തെ എല്ലാം കോടിക്കണക്കിനാ. ഒരു ഗാലക്സിക്കകത്ത് പറഞ്ഞ എത്ര എണ്ണമാ? കോടിക്കണക്കിനാന്ന്. അതാണ് എല്ലാം കൃത്യത്തിനാ. ഒന്നൊന്നിനെ കൂട്ടി മുട്ടുകോരോ ഉടക്കുണ്ടാക്കുക. നമ്മുടെ സഭയിലാകെ 5 കുടുംബമുള്ള അടിയുടെ 6 രണ്ടെണ്ണം പിണങ്ങിയും പോയി. ഇത് കോടി കോടി നക്ഷത്രങ്ങൾ വാരി അങ്ങ് വെതറി അതെല്ലാം കൃത്യത്തിൽ നിന്ന് കറങ്ങുക. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച അസുഖം ഉണ്ടാകും. ഇപ്പം തന്നെ ഓൾറെഡി നമുക്കെല്ലാം അസുഖം ഉണ്ട്. അതായത് സ്തോത്രം ഒന്നും പറയാതിരിക്കുന്നത്. ഇനിയിപ്പം അത് ചിന്തിച്ച് പുതിയ അസുഖം വേണ്ട, ഉള്ളത് മതി. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു നിത്യനായ ദൈവമാണ്. സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തെയും ചമച്ചവനാണ്, പടച്ചവനാണ്. അവിടുത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അല്ല, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ. പഞ്ചഭൂതങ്ങളെ സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആ 11-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ആമൻ, ആ ദൈവ കുഞ്ഞാടിൻ്റെ മുമ്പിൽ, സർവശക്തിയുള്ളവൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് ആരാധിക്കുക. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, പട്ടിയെ ആരാധിക്കരുത്, പന്നിയെ ആരാധിക്കരുത്, പാറ്റയെ ആരാധിക്കരുത്, കൊച്ചിനെ ആരാധിക്കരുത്, കൊച്ചിനെ ആരാധിക്കരുത്, അച്ഛനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്. അച്ഛനെ അമ്മയും ബഹുമാനിക്കണം, ആരാധിക്കരുത്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം. അതിലെ വിവരമുള്ള വിദ്വാൻമാർ ആ പൊന്നും മൂരും കൊണ്ടുവന്ന് പൊന്നും മൂരും കുന്തിരിക്കും കൂടെ എവിടാ കൊണ്ട് കാഴ്ച വെച്ചത്? ഉറക്കെ പറ. അമ്മ അടുത്ത് കിടപ്പുണ്ട്. അന്ന് അമ്മയ്ക്ക് ഒരു ഇച്ചിരി പൊന്നിരുന്നോട്ടെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ എഴുതിയേക്കുന്നത്?
ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചെന്ന. യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പൊന്നെ, മൂര്, കുന്തിരിക്കം അവിടുത്തെ തൃപ്പാനത്തിൽ കൊണ്ട് കാഴ്ചവെച്ച് അവിടുത്തെ ആരാധിച്ചു. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്ക കാഴ്ചവച്ചു. ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്ക കാഴ്ചവച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീയെന്നു ധന്യർ സന്നമിച്ചു കോക്ഷിക്കും നീതാ. നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. രോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരോരയ്യായിരം ജനം 5 അപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, ഇഴജാതി ആരാധിക്കരുത്, പറവജാതി ആരാധിക്കരുത്, പക്കിയെ ഒന്നും ആരാധിക്കരുത്, കല്ലിനെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, മരത്തെ ആരാധിക്കരുത്, ഒന്നിനെ ആരാധിക്കരുത്. മരമൊക്കെ നട്ട് വളർത്തിക്കോണം. ഇഷ്ടംപോലെ മരം വേണം, എന്നാലേ നമുക്കത് ഗുണമാകുള്ളൂ. ഉള്ള മരവും കൊണ്ട് വെട്ടിക്കളഞ്ഞേച്ച് അവിടെ ചൂടും പിടിച്ചിരിക്കരുത്. മരം നല്ലതാണ്. മണ്ണ് മലയെല്ലാം കൂടി ഇടിച്ചെടുത്ത് അവസാനം നാശമൊപ്പിക്കുക ഒക്കെ അതിൻ്റെ പരുവത്തിന് എല്ലാം നമ്മൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനെയൊന്നും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെയും ആരാധിക്കരുത്. അതല്ല, യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ കാര്യം അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അതന്നെ, വേറെ ആരും യോഗ്യരല്ലേ? വേറെ ആരും യോഗ്യരല്ല. അതന്നെ, യേശു ക്രിസ്തു മാത്രമാണ് യോഗ്യൻ. അതിന് കാരണം അവിടുന്ന് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എല്ലാം തോറ്റ് തുന്നം പാടി ആകെ പരുവക്കേടി കിടക്കുക. സ്തോത്രം. അയ്യോ, ഞങ്ങളുടെ പുള്ളി ജയിച്ചായിരുന്നു. ആ പുള്ളി പല കാര്യത്തിലൊക്കെ ജയിച്ചതാ, ഒടിവ് പുള്ളി തോറ്റു. സകല എണ്ണവും മരണം വന്നപ്പോൾ തോറ്റു. എന്നാൽ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ.
പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അപ്പോൾ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ആരായി ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവനെല്ലാം കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പാകം വിടാം, എല്ലാം പറയാൻ നേരമില്ല. എല്ലാവരും കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ഈ ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ 430 കൊല്ലം അടിമകളായിരുന്നു. ഈ 400 ചില്ലുവാനം കൊല്ലം അവർ അടിമകളായിട്ട് ജീവിച്ച 215 വർഷമാണ് ശക്തമായ പീഡ. ഈ കാലത്തൊന്നും അവർ ആരാധിച്ചതായിട്ടൊരു വാക്യമില്ല. എന്നാൽ ആഹാരം കഴിച്ചെന്ന് വാക്യമുണ്ട്. എന്തുവൊക്കെയാ കഴിച്ചെന്നും അതിൻ്റെ ലിസ്റ്റും വേറെ പുസ്തകത്തിൽ എടുത്തിട്ടുണ്ട്. അതും കാശ് മുടക്കിയൊന്നുമല്ല, വില കൂടാൻ അങ്ങനെ എഴുതിയേക്കുന്നത്. സൊളിവിൽ ഞങ്ങൾ വായിച്ച സംഖ്യാപുസ്തകം 11:4. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പം കണ്ട് എഴുതിയാന്ന് തോന്നുന്നു. വായിച്ചേ, പിന്നെ പ്രീമിയർ ആയിരിക്കും. വായിച്ചോ 11:4. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ കാശ് മുടക്കി അന്ന് ഒന്നും ചെയ്യത്തില്ല, എല്ലാം സൊളിവില. ചിലരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയില്ല, സാഹചര്യം ഉള്ളവരും ചിലർ ഉണ്ടാക്കുകയില്ല, പക്ഷെ ഒറ്റ കല്യാണം വിടുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കല്യാണം വിളിക്കുന്നവർ പറയും, തങ്കച്ചാ നിങ്ങളെല്ലാവരും വരണേ, ഉടനെ ഓട്ടോ പിടിച്ചേച്ച് മുഴുവൻ എണ്ണവും കയറി പോവുക. അവരുടെ മാന്യതയ്ക്ക് അവർ പറഞ്ഞത് എല്ലാവരും വരണമെന്ന്. നടക്കാൻ മേലാത്ത തള്ളേനെയും സൈഡിൽ വെച്ച് 2 തലേനെയും കൂടെ ചാരി വെച്ച് തള്ളയിരിക്കുക. ഇപ്പം പിന്നെ അങ്ങനെ അധികം പോക്കൊന്നും ഇല്ല. ദൈവം കണ്ട് പറഞ്ഞ അവിടെ ഇരിക്കുന്ന കുറച്ച് നാളിരിക്കാൻ പറഞ്ഞ്. ഓരോരോ പരിപാടി ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ശ്രദ്ധിച്ചേ, ഇവർ കടിച്ച ആഹാരം വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചീറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ അപ്പം ഇത് കാശ് മുടക്കാതെ കഴിച്ചു. അപ്പോൾ മിസ്രയീമിൽ ഇത്രയും കൊല്ലം പാർത്തിട്ട് ആരാധിച്ചെന്നൊരു വാക്യമല്ല, ആഹാരം കഴിച്ചെന്ന വാക്യമുണ്ട്. പിന്നെ ആരാധിച്ചത് എപ്പോഴാ? അതുകൂടെ പാകം പഠിക്കുമ്പോൾ അറിയാം. ആരാധനയ്ക്ക് ക്രമം വന്നത് ആബീബ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. അത് രക്ഷിക്കപ്പെട്ടതിനെ കാണിക്കുന്നതാണ്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 12-ാം അധ്യായത്തിലുണ്ട്. വായിച്ച പുറപ്പാട് 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ ആകാം. പിന്നെ അപ്പൊ ആട്ടുകുട്ടികളുടെ യോഗ്യത ഊനമില്ലാത്തതാ. ഇത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ ക്രിസ്തുവിൽ. പീലാത്തോസ് വിസ്തരിച്ചു, കുറ്റമൊന്നും കണ്ടില്ല. ഹെരോദാവ് വിസ്തരിച്ചു, കുറ്റമൊന്നുമില്ല. സന്നിധി സംഘങ്ങൾ നോക്കി ഒരു കുറ്റവും കണ്ടില്ല. വന്നവനെല്ലാം കുറ്റം നോക്കി ഒരു കുറ്റവും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ഒത്തുവന്നില്ല. ഒടുവിൽ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തം പറഞ്ഞു, മിണ്ടായിരിക്കണ, പാപം ചെയ്തിട്ടാണ് ആ ക്രൂശെ കയറിയത്. ഈ നീതിമാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല, സമശിക്ഷാവിധിയിലായിട്ട് നീ പഠിക്കുന്നില്ലയോ, മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അവന് ബോധമുണ്ടായിരുന്നു. ബോധമുള്ളതുകൊണ്ടാവും പർദീസായിലെത്തി. ബോധമില്ലാത്തവൻ നാട് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് ആകാശം മുഴുവൻ, ഇവിടെ എല്ലാം അന്തരീക്ഷം മുഴുവൻ കറുത്തു. ആകാശം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഭാഗമറിയാം. അവിടുത്തെ തിരുമരണം നടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ടി കെ ശോമേൽ സാറ് പാടിയ ഒരു പാട്ടിന്റെ വരി ഇങ്ങനെ: പാറ പിളർന്നു, പാരിളകന്നു, പാവനമൃതുരുയിരാർന്നുക. പാറ പിളർന്നു, പാരിളകന്നു, പാവനമൃതുരുയിരാർന്നുക. കീറുകയായി തിരുശീലയും നന്മൃതി നേരം സൂര്യനിരുണ്ടുപോ. കീറുകയായി തിരുശീലയും തന്മൃതി നേരം സൂര്യനിരുണ്ടുപോ. ഭൂതലനാഥൻ തന്നെ
തന്നുടെ മരണം കാണുക ദുർവകമായകോ. ഭൂതലനാഥൻ തന്നുടെ മരണം കാണുക ദുർവകമായ. ഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകില ഇതത്ഭുതം. ഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകില ഇതത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുമരണ സമയത്ത് പാറ പിളർന്നു, പാരിളകി, ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി. വഴി നടന്നു പോയവരും പറഞ്ഞു വാസ്തവമായിട്ട് ഇവൻ നീതിമാനായിരുന്നു. പിലാത്തോസിന്റെ ഭാര്യയ്ക്ക് ദർശനവും വിവശതയും വന്നിട്ട് പറഞ്ഞ നീതിമാന് വിരോധമായിട്ട് ദോഷമൊന്നും ഒപ്പിച്ചു വെച്ചേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഊനമില്ലാത്ത ആട്ടിൻകുട്ടി അത് യേശുക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞു നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അവിടെ ഊനമില്ല, പാപമില്ല. പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അപ്പോൾ ആരാധിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. ഇത് രക്ഷിക്കപ്പെട്ടതിനെ കാണിക്കുന്നു. അപ്പൊ ആരാധിക്കേണ്ട ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? അതായി പറഞ്ഞു വരുന്നത്. ഒന്ന്, ആരാധിക്കേണ്ടവരുടെ യോഗ്യത രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി, അല്ലാതെ പള്ളി വെച്ചത് കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് കോളിൽ പോയത് കൊണ്ടോ, പാസ്റ്റർമാർ വീട്ടിലുള്ളത് കൊണ്ടോ, ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയില്ല. സഭാകോള് പണിയാൻ ചില കാശും കൊടുത്ത് മെറ്റിൽ ചുമ്മിയത് ഞാനാടാ, നല്ല കാര്യം, സ്വർഗത്തിൽ പോകുകയില്ല. മെറ്റിൽ ചുമ്മിയവരെല്ലാം കയറി വന്നാട്ടെ. അവിടെ അങ്ങനെയുള്ള വിളിയൊന്നുമില്ല. സ്തോത്രം പാൻ മേടിച്ചിട്ടത് കൊണ്ടോ സ്വോത്രകാഴ്ച കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. പാസ്റ്ററുടെ മകനായതുകൊണ്ടോ, വല്യപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടൊന്നും, വല്യപ്പച്ചൻ്റെ കാര്യം തന്നെ ഡൗട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. മനസ്സിലായോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പാപമേറ്റ് പറഞ്ഞ് ക്രിസ്തുവിന്റെ ഉള്ളത്തിൽ അവൻ സ്വീകരിക്കണം, രക്ഷിക്കപ്പെടണം. അതാ കുഞ്ഞാടിനെ അറുത്തത്. ആരാധിച്ചത് ആരാന്ന് ചോദിച്ചാൽ, ഒന്ന്, രക്ഷിക്കപ്പെട്ടു, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ചു. രണ്ട്, രക്ഷിക്കപ്പെട്ടവർ മിസ്രയീമിൽ നിന്നില്ല, മിസ്രയീം വിട്ടു. ഇപ്പോൾ നീ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയല്ലയോ? അല്ലേ? അങ്ങനെയുള്ള നീ ആരാധിച്ചാൽ വേണേ കൈ കൊട്ടി തുള്ളുകയും ചാടുകയും ചെയ്യാം, പക്ഷെ അവിടെ നിന്ന് അംഗീകരിക്കുകയില്ല. ഇവിടെ കിടന്ന് മേപ്പൊട്ടിക്കുമ്പോട്ട് ചാടാൻ വേണേ പൊത്തൊന്ന് വീഴും, അങ്ങനെ വീഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. റൈറ്റ് നോ എന്ന് പറയുമ്പോൾ താണ്ടടങ്ങുന്ന തങ്ക വീഴുന്നതിന് അവൻ വീഴ്ചേച്ച് അവൻ്റെ പാട്ടിന് പോയി. കാരക്കരുത്, അങ്ങനെയാണ് തറയെ കിടക്കുന്നത്. തങ്കയ്ക്കും പിള്ളേർക്കും പോയി. തിരുവനന്തപുരം സൈഡിൽ ഈ വ്യാപാരം ഉണ്ട്. റൈറ്റ് നോ ഏനാടി ചുമ്മാ പെണ്ണുങ്ങളെല്ലാം തള്ളി താഴെ ഇടുന്നു. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, രക്ഷിക്കപ്പെട്ടവര് മിസ്രയീം വിട്ടു. മിസ്രയീം വിടണം. മിസ്രയീമിൽ നിന്ന് ആരാധിച്ച ആരാധന ശരിയാകുകയല്ല, അവിടുന്ന് അംഗീകരിക്കത്തുമില്ല. മിസ്രയീം വിട്ടു. മിസ്രയീം വിട്ടത് കൊണ്ട് മാത്രമായില്ല, അടുത്ത നടപടിക്രമമായി ചെങ്കടൽ കടന്നു. വാക്യങ്ങളൊക്കെ എടുത്ത് ചേർത്ത് കോർത്തിണക്കേണ്ടത്. ഇന്ന് കൃത്യം 9 മണിക്ക് ഞാൻ പ്രസംഗം നിർത്തും. 9 ബഹുമാനപ്പെട്ട അനിക്കുട്ടൻ പാസ്റ്റർ പറഞ്ഞത് കൃത്യം 9. ചിലർക്ക് എന്നെപ്പറ്റി ധാരണയുണ്ട്, അയാൾക്ക് സമയത്ത് നിർത്താനൊന്നും. അത് ഞാൻ ഇന്ന് കാണിക്കാം. നമ്മുടെ ആ ക്ലോക്ക് കറക്റ്റ് അല്ലേ? അപ്പം ഞാൻ ഇപ്പം ഇന്ന് തെളിയിച്ച് തരാം. നാളെ ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ഏരിയയിലുണ്ടല്ലോ. അപ്പം ഇച്ചിരി നേരത്തെ നമുക്കൊന്ന് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഏറെ സമയം വചനം
ഇന്നെപ്പോഴാണ് തുടങ്ങിയേ? 7 മണിക്ക് തുടങ്ങി. അപ്പം നാളെ നമുക്ക് നിങ്ങളോട് അനുവദിക്കാൻ ഒരു 6 മണിക്ക് തുടങ്ങിയാലോ? എന്നാ? അല്ല, നിങ്ങൾ വരുമോ? അത് കേൾക്കട്ടെ. ഞങ്ങളെല്ലാണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കാര്യമായില്ലല്ലോ. നമുക്ക് നാളെ ഒരു 6 മണിക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങിയിട്ട് ദൈവം അനുവദിക്കാവുന്ന ഒരു 6:45 സമയം തരാമോ? അപ്പം 7:45, 8:45, ഒരു 9 ആകുമ്പോൾ നിർത്താം. അപ്പോൾ എനിക്കൊരു 2 മണിക്കൂർ കുറഞ്ഞത്. എനിക്ക് എൻ്റെ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. എനിക്ക് പാടിയാണ് പ്രസംഗിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ പാട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഈ വലിയ പ്രസംഗമില്ലെങ്കിൽ ഈ പാട്ട്, എനിക്ക് ഈ പാട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത്. പിന്നെ ഈ പ്രസംഗിച്ചേക്കാതെ വരുമ്പോൾ അവിടോട്ട് അങ്ങ് പാടി വെക്കും. അപ്പോൾ അത് ഏറ്റവും അങ്ങനെ നമ്മുടെ പരിപാടി അതാ. അപ്പം അത് ഇച്ചിരി സമയം വേണം. അപ്പം നാളെ നമുക്ക് ഇച്ചിരി കൂടി ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് മഹത്വം. അപ്പം ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെട്ടവർ മിസ്രയീമിൽ നിന്നില്ല, അവർ മിസ്രയീം വിട്ടു. മിസ്രയീം വിട്ട് മുൻപോട്ട് യാത്ര ചെയ്ത് ചെങ്കടൽ കടന്നു. അത് സ്നാനമാണ്. അപ്പൊ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? 1 രക്ഷിക്കപ്പെട്ട്, 2 മിസ്രയീം വിട്ട്, 3 ചെങ്കടൽ കടന്നു. സ്നാനം. ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ മോശയും ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പാട്ട് പാടാൻ തുടങ്ങി. വായിച്ചേ 15:1 മുതൽ. അന്ന് എന്നാ ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ, സ്നാനപ്പെട്ട അക്കരെ കയറിയപ്പോൾ അന്ന് മോശയും ഇസ്രായേൽ മക്കളും യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അപ്പൊ ശ്രദ്ധിച്ചേ, അക്കരെ കയറിയപ്പോ ആരാധന തുടങ്ങുക. പാട്ടും ആരാധന വിവരിക്കുന്നില്ല വാക്യങ്ങൾ. അങ്ങനെ പുറപ്പാട് പുസ്തകം 15:1 മുതൽ പുറപ്പാട് 15:19 വരെ സഹോദരന്മാര് ലീഡ് ചെയ്തു. അതാ നല്ലത്. ആരാധന അങ്ങോട്ട് ലീഡ് ചെയ്തു. 15:1 മുതൽ 19 വരെ അങ്ങനല്ലേ വായിച്ച സഹോദരി? 15:1 മുതൽ 19 വരെ ആ സഹോദരന്മാരുടെ ലീഡ് ചെയ്തത്. 15 ഇത് പ്രീമിയർ ആണെന്നാലും കുഴപ്പമില്ല. 15:1 മുതൽ വായിച്ചു. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി. അപ്പോൾ ലീഡിങ് മോശയാ, പുരുഷൻ ലീഡ് ചെയ്തു. ആരാധനയാ ലീഡ് ചെയ്തു. അത് ലീഡ് ചെയ്തു. 19ാമത്തെ വാക്യം വരെ അവരുടെ ലീഡിങ്ങാ. 20ാം വാക്യം വന്നപ്പോൾ അമ്മാമയ്ക്ക് ഉണർവുണ്ടായി. 20 അഹരോന്റെ സഹോദരി മിര്യാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകൾ. അപ്പൊ 20ാം വാക്യത്തിൽ അമ്മാമ പാടിയത്. മിക്ക സഭയിലും ആദ്യം 1 മുതൽ 15-19 വരെ അമ്മാമ്മയാ, പിന്നെ അച്ചായനാണ് 20-1. എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത്? ചുമ്മാ സ്തോത്രം. 15:1 മുതൽ 19 വരെ സഹോദരന്മാര് ലീഡിങ് ചെയ്തു. സഹോദരിമാരും ആവശ്യമായ യോഗത്തിന്. നിങ്ങളില്ലെങ്കിൽ യോഗമല്ല. ഇവിടെ ഇപ്പോഴാണെങ്കിലും വായിച്ചു തന്നാൽ നിങ്ങൾ അമ്മ അടുത്തിരിപ്പോണ്ടെന്നാലും സഹോദരിയല്ലയോ വേണ്ടിയിരിക്കുന്നു. നിങ്ങൾ യോഗത്തിന് വേണം. ഒരു ഗ്ലോറി പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞെങ്കിൽ ഏക്കൂ. ഇതുങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നല്ലാതെ. എന്നാലും നാളെ വരണേ. പിന്നെ യോഗത്തിന് നിങ്ങൾ വേണം. സ്തോത്രം. മോശയോട് പറഞ്ഞില്ലേ, നിങ്ങൾ പുരുഷന്മാരെല്ലാം പോയി ആരാധിച്ചേച്ച്. അന്നേരം മോശ പറഞ്ഞു, അയ്യോ അത് ഒരിക്കലും സാധ്യമല്ല, ഞങ്ങളുടെ സ്ത്രീകളില്ലാതെ ഞങ്ങളുടെ ഒരു യോഗത്തിന്. അങ്ങനല്ലേ വായിച്ചത്? പറ. അങ്ങനെ തന്നെ പുസ്തകത്തിൽ അങ്ങനല്ലേ? പിന്നെ സ്ത്രീ വേണം. ഒരു വീടായാലൊരു അമ്മ, ഒരു സഹോദരി, ഭാര്യ വേണം. നാട്ടിലും വേണം. സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യതയുള്ളതാ. നിങ്ങളില്ലെങ്കിൽ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആരാധനാഭിഷേകത്തിൽ വരുമ്പം അമ്മാമ്മ കയറി ലീഡ് ചെയ്യരുത്. അതാ ഇത്. പെങ്കൊച്ചങ്ങളാ കയറി അടിച്ച് ലീഡ് ചെയ്ത് അപ്പന്മാരെല്ലായിരുന്നു അവൾ തുള്ളുന്ന കണ്ടോണ്ട് ഏനാടെ ചുമ്മാ. സ്തോത്രം. പുറപ്പാട് 15:1 മുതൽ 19 വരെ സഹോദരന്മാർ പാട്ട് പാടി. 20ാമത്തെ വാക്യം വന്നപ്പോൾ അമ്മാമ അഹരോന്റെ സഹോദരി മിര്യാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാം കൂടെ
കൂടെ അവളുടെ പിന്നാലെ ചെന്ന്. ചുരുക്കി പറഞ്ഞാൽ പുറപ്പാട് 15:1 മുതൽ പുറപ്പാട് 15:21 വരെ സഹോദരിമാര് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. എപ്പോഴാ ആരാധിച്ചു എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ട് മറകര കയറിയപ്പോൾ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ട് മിസ്രയീം വിട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ.